വിനീത വിജയിലേക്ക് കൂടി പോവുകയാണ്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട സർവകക്ഷി യോഗം നടക്കാനിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് വിനീത നൽകാനുള്ളത്. വിനീത, ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നു. അതിൽ അവർ ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിലൊക്കെ കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടതുണ്ട് എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കാനിരിക്കുന്ന യോഗത്തിൽ ഉന്നയിക്കപ്പെടും എന്നാണോ? അനുജ, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പക്ഷേങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കും. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. AICC ആസ്ഥാനത്ത് ചേർന്ന യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രമേയവും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രമേയവും പ്രവർത്തക സമിതി യോഗം പാസാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇങ്ങനെ ഒരു സുപ്രധാന സാഹചര്യത്തിൽ ചേരുന്ന യോഗമാണ്. അതിൽ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷത വഹിക്കേണ്ടത് എന്നൊരു കാര്യം ഇന്നത്തെ ഈ യോഗത്തിൽ നേതാക്കൾ അത്തരമൊരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അതിലേക്കൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഐക്യദാർഢ്യം അറിയിക്കും. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വ്യക്തമായിട്ടുള്ളൊരു നയം രൂപീകരിക്കണമെന്നവർ ആവശ്യപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം ഇരകളായവർക്ക് നീതി ലഭിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഈ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നൊരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ സുരക്ഷാ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യതയും വ്യക്തതയോടുകൂടിയുള്ള മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇക്കാര്യം സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി ഭീകരതയെ നേരിടാൻ രാജ്യം ഒരുങ്ങിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര മേഖലയിലും പ്രതിരോധ മേഖലയിലും ഉൾപ്പെടെ ഇതിനോടകം തന്നെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒറ്റക്കെട്ടായി ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകണമെന്നും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ചില ആവശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ അവർ ഉന്നയിച്ചതുപോലുള്ള ചില ആവശ്യങ്ങൾ, ഇരകൾക്ക് നീതി ഉറപ്പാക്കണം, ഒപ്പം തന്നെ ഈ കേന്ദ്ര ഭരണ പ്രദേശത്തുള്ള അതിൻ്റെ ഉത്തരവാദിത്തം, സുരക്ഷയടക്കമുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ കൈക്കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിക്കും. ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ള സൈനിക നടപടികൾ, ഒപ്പം തന്നെ അദ്ദേഹം നേരിട്ട് ഈ ജമ്മു കാശ്മീരിലെ ഈ പഹൽഗാമിലെത്തി സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തിയതാണ്. അവിടെയുള്ള ഇരകളുമായി അദ്ദേഹം സംസാരിച്ചതാണ്. ആശുപത്രിയിൽ പരിക്കേറ്റവരുമായി അദ്ദേഹം സംസാരിച്ചതാണ്. ഇതിനോടകം തന്നെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നതാണ്. ഇന്നലെ മന്ത്രിമാരുടെ പ്രത്യേക മന്ത്രിസഭാ സമിതി യോഗം ചേർന്നതാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം വിശദീകരിക്കും. അതിനുശേഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ ഒരു ശക്തമായ ഒരു തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു.